2023-24 വർഷത്തെ ഹോപ്പ് പ്രോജക്റ്റിൻ്റെ കൊല്ലം റൂറൽ ജില്ലയിലെ അധ്യാപകർക്കുള്ള ഒരു വൺ ഡേ ട്രെയിനിങ്ങാണ് നമ്മൾ കൊട്ടാരക്കര വനിതാ സെല്ലിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ ഡേ ട്രെയിനിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 3 സെഷനുകളുണ്ട്. ആദ്യത്തെ സെഷൻ നമ്മുടെ കൊട്ടാരക്കര അഡീഷണൽ SP പ്രതാപൻ സാറാണ് ഉദ്ഘാടനം ചെയ്ത് ആദ്യത്തെ സെക്ഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്തെന്ന് പറയുന്നത് നമ്മുടെ ഹോപ്പ് പ്രോജക്റ്റിനെ കുറിച്ചും അതിൻ്റെ ഒരു ഫിലോസഫിയും കാര്യങ്ങളുമാണ് സാറ് സംസാരിക്കുന്നത്. അപ്പോൾ 2017 മുതലാണ് ഹോപ്പ് പ്രോജക്റ്റ് പദ്ധതി തുടങ്ങിയത്. 2019 മുതൽ കേരളത്തിലെല്ലായിടത്തും ആയിക്കഴിഞ്ഞു. അപ്പം കൊല്ലം റൂറൽ ജില്ലയിലും 2019-20 കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് 2022-23 വർഷത്തിൽ നമുക്ക് ഏകദേശം 33 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പഠനം പാതി വഴിയിൽ നിലച്ച കുട്ടികൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജീവിത സാഹചര്യം കൊണ്ട് പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ SSLC +2 പരീക്ഷ ഫെയിലായിട്ട് മറ്റ് ജോലികൾക്ക് പോകുന്നവർ, അവരെ നമ്മൾ വീണ്ടും പോലീസിൻ്റെ സഹായത്തോടു കൂടിയും മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും കണ്ടുപിടിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈ എടുത്ത് ക്ലാസ് കൊടുത്ത് അവരെ പഴയ രീതിയിലേക്ക്, അതായത് പഠനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഒരു കുടുംബത്തിന് ഒരു രക്ഷയാകുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവർ കുറ്റകൃത്യങ്ങളിൽ പെട്ട് നശിച്ചു പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതാണ് പ്രിവെൻഷനാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ അവരെ എഡ്യൂക്കേഷനിലേക്ക് പഴയ രീതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നു, അത് നശിച്ചു പോകാത്ത തരത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക്, ഈ പഠനം പാതി വഴിയിൽ നിലച്ചു പോയ കുട്ടികൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് അസുഖം കൊണ്ട്, വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിത്തം നിർത്തിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ, നമ്മുടെ ജില്ലയിലെ അധ്യാപകർ, ആ അധ്യാപകരെ നമ്മൾ ക്ലാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മുടെ DCAPൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനറുണ്ട്, കൗൺസിലർ കൂടിയാണ്, സൈക്കോളജിസ്റ്റാണ്, MSW പാസ്സായ ആളാണ്, അഞ്ജന എന്നാണ് പേര്. ആ അഞ്ജന സിജു ആണ് നമുക്ക് ആ ക്ലാസ് കൊടുക്കുന്നത്. അതൊരു ഐസ് ബ്രേക്കിംഗ് സെഷനും മോട്ടിവേഷൻ സെഷൻ, അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു ക്ലാസ്സാണ്. അതാണ് ഒന്നാമത്തെ സെഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് നമുക്കൊരു സെഷനും കൂടെ ഉണ്ട്. അതായത് ഇതിനകത്ത് സെൽഫ് എസ്റ്റീമും സെൽഫ് അവെയർനെസ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിങ്, പിന്നെ മെൻറ്റി റിലേഷൻ, അതെല്ലാം കൂടെ ചേർത്ത് രണ്ടാമതൊരു ക്ലാസ്. അതിനും നമുക്ക് പിന്നെ നമ്മുടെ മാസ്റ്റർ ട്രെയിനറുണ്ട്. നമുക്ക് 2 ദിവസം നമ്മുടെ മാസ്റ്റർ ട്രെയിനർമാർക്ക് ക്ലാസ് പ്രത്യേകം തിരുവനന്തപുരം വനിതാ ബറ്റാലിയനിൽ വെച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. ഡിസംബർ 1-2 ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ആ അധ്യാപകരെ കൂടെ ഉൾപ്പെടുത്തി വിപുലമായ ഒരു ട്രെയിനിങ് പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരാണ് നിങ്ങൾ ഓരോരുത്തരും. ജില്ലയിൽ പല സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോലും പലർക്കും ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തതിനാൽ നമ്മളോടൊപ്പം നിൽക്കാൻ താല്പര്യക്കുറവാണ്. പക്ഷേ ഈ സാമ്പത്തിക പരിമിതിക്കുള്ളിലും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. അപ്പോൾ സംസ്ഥാന തലത്തിൽ നമ്മുടെ ഈ ഇരിക്കുന്ന 2 അധ്യാപകർക്ക് ട്രെയിനിങ് കിട്ടി. അപ്പോൾ നമ്മുടെ ജില്ലയിൽ 34 കുട്ടികളാണ് ഇപ്പം നിലവിലുള്ളത്. ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ എന്ന നിലയിൽ ഈ ഹോപ്പോയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ അഡീഷണൽ SPയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വാസുദേവൻ പിള്ള, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ അഞ്ജന സിജു, മറ്റ് അധ്യാപകരെ, ട്രെയിനേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, സഹപ്രവർത്തകർ, നമ്മുടെ ഹോപ്പ് പ്രോജക്റ്റിൻ്റെ ഒരു ജില്ലാതല ട്രെയിനിങ് സെഷനാണ് ഇവിടെ വച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് ഹോപ്പ് പ്രോജക്റ്റ് എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഉദാത്തമായ ഒരു പരിപാടിയാണ് കേരള പോലീസ് ആവിഷ്കരിച്ചിരിക്കുന്ന, വളരെ ഉദാത്തമായ ഒരു പരിപാടിയാണ് ഹോപ്പ്. ഹെൽപ്പ് അതേഴ്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എന്നാണ്. ഹെൽപ്പ് അതേഴ്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പല കാരണങ്ങളാലും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ വീണ്ടും നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്. ഇതിൻ്റെ പ്രയോജനപ്പെടുത്തി നിരവധി കുട്ടികൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി ഇന്ന്
ജോലി സമ്പാദിച്ചിട്ടുള്ള നിരവധി കേസുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കുട്ടിയെ ആ വിദ്യാഭ്യാസം എവിടെ വെച്ചാണോ മുറിഞ്ഞു പോയത് അയാൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ ഭാവി ജീവിതവും അതുപോലെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഒക്കെ അയാൾക്ക് മനസ്സിലാക്കി ഭാവി ജീവിതം ശോഭനമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഉദാത്തമായ ഒരു ജോലിയാണ് നിങ്ങളിൽ അർപ്പിതമായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് സെഷനാണിത്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഇത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ട്രെയിനിങ് സെഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇത് നിങ്ങൾ പോയിട്ട് പുതിയ കുട്ടികൾ വരുമ്പോഴൊക്കെ ഇത് പ്രാവർത്തികമാക്കി നല്ല ഒരു ട്രെയിനിങ് സെഷനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാന്യായ കൊല്ലം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട്, ഹോപ്പ് പ്രോജക്റ്റിൻ്റെ ചുമതലക്കാരനായ കൃഷ്ണകുമാർ, ചിരി പ്രോജക്റ്റിൻ്റെയും ഹോപ്പ് പ്രോജക്റ്റിൻ്റെയൊക്കെ പൊതുചുമതലയുള്ള വാസുദേവൻ സാർ, കൗൺസിലർ അഞ്ജന, പ്രിയപ്പെട്ട അധ്യാപകരെ, ഇതിൽ പങ്കെടുത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും നമസ്കാരം. കേരള പോലീസിൻ്റെ ഒരു ഗ്ലാമർ പദ്ധതിയാണ് ഹോപ്പ് പ്രോജക്റ്റ് എന്നത്. ഇവിടെ നമ്മുടെ അഡീഷണൽ SP നിങ്ങളോട് അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അദ്ദേഹമൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധ എടുത്തിട്ടുള്ള ആളാണ്, തിരുവനന്തപുരം ജില്ലയിലും മറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പോലീസ് ചെയ്യുന്ന ഒരു വലിയ സാമൂഹ്യ സേവനമാണത്. നമ്മുടെ സാധാരണ ജീവിതക്രമത്തിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് ദുഃഖങ്ങളോടെ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ ജീവിതചര്യയൊക്കെ വിളക്കി ചേർക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടുപിടിച്ച ഒരു സംവിധാനമാണ് ഈ ഹോപ്പ് പ്രോജക്റ്റ്. ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തിന് അപ്പുറം ഇതിന് ഡെഡിക്കേഷനായിട്ട് നിൽക്കുന്ന കുറേ അധ്യാപകരുണ്ട്, പല സ്ഥാപനങ്ങളിലെ അധ്യാപകർ. അവരാണ് ഇതിൻ്റെ യഥാർത്ഥ നട്ടെല്ലെന്ന് പറയുന്നത്. കാരണം അധ്യാപനത്തിലൂടെ ഒരു സമൂഹത്തെ ഉയർത്തുന്ന ജോലി ചെയ്യുന്നവർ അതിൽ തന്നെ വ്യത്യസ്തമായ തലത്തിലുള്ള ആളുകളെയാണ് ഈ പദ്ധതിയിലൂടെ കൈപിടിച്ച് ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇവിടെ പോലീസ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഹോപ്പ് പ്രോജക്റ്റിൻ്റെയോ ആളുകൾ കൊടുക്കുന്ന നാമമാത്രമായ ഒരു തുകയിൽ നിന്നുകൊണ്ട് അതിനപ്പുറമുള്ള ജോലി ചെയ്യുന്ന അവരെയാണ് ആദ്യമായിട്ട് അഭിനന്ദിക്കേണ്ടത്. അതുപോലെ തന്നെ പലപ്പോഴും മുറിഞ്ഞു പോകുന്ന ഈ വിദ്യാഭ്യാസമൊക്കെ തിരികെ പിടിക്കാൻ പലർക്കും സാധിക്കുകയില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വന്ന് ജീവിതത്തിൽ മികച്ച വിജയം നേടുന്ന ഇത്തരം ആളുകളെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഒരു അഭിനന്ദനങ്ങളും മറ്റും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങളെക്കായി പ്രായം കൊണ്ടും പക്വത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ ജൂനിയറാണ് അഞ്ജന സിജു. പക്ഷേ കൗൺസിലിംഗ് രംഗത്ത് കഴിഞ്ഞ 2 വർഷമായി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വളരെ DCAPന്റെ ഡിസ്ട്രിക്ട് ചിൽഡ്രൻ പോലീസിന്റെ ഭാഗമായി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഏകദേശം കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 500-നടുത്ത് കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ഇപ്പം സ്വന്തമായ സ്ഥാപനമുണ്ട്. നമ്മുടെ ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന ഒരു കുട്ടിയാണ്. ഞങ്ങളുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജന. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്ലാസ് എടുക്കണം, എന്ത് ക്ലാസ് എടുക്കണം എന്ന രീതിയിൽ തന്നെ കൺഫ്യൂഷനാണ്. നിങ്ങളെ അധ്യാപകരെ എന്താ പഠിപ്പിക്കുന്നത്, അത് അഞ്ജന ചോദിക്കുന്നത്. അപ്പോൾ കൗൺസിലിംഗ് രംഗത്ത് വളരെ നമുക്ക് ആവശ്യമായ കൗൺസിലിംഗ് രംഗത്ത് എനിക്കൊരു പോലീസുകാരൻ എന്ന നിലയിൽ എനിക്ക് കൗൺസിലിങ്ങിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും എൻ്റെ 30 വർഷത്തെ അനുഭവം കൊണ്ട് ഇപ്പോൾ ഒരു കുട്ടിയെ കണ്ടാൽ തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാവുന്ന ഒരു കൃഷിയാണ് ഞാനിപ്പോൾ. ഞാൻ കൗൺസിലിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. കുട്ടിയോട് എങ്ങനെ പെരുമാറണം, മറ്റൊന്നുകൊണ്ട് പറയാതെ ഞാനൊരു DCAPന്റെ പ്രവർത്തകൻ, ഡിസ്ട്രിക്ട് ചിൽഡ്രൻ പോലീസിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കുട്ടിയെ കണ്ടാൽ അവന്റെ ന്യൂനത എന്താണ്, അവനോട് എങ്ങനെ പെരുമാറണം, ആ രീതിയിലൊക്കെ നമ്മുടെ അനുഭവം കൊണ്ട് പഠിച്ചു. പക്ഷേ വിദ്യാഭ്യാസമായിട്ട് പഠിച്ച കുട്ടിയാണ്. കൗൺസിലിംഗ് രംഗത്ത് വളരെ മികച്ച പ്രവർത്തനം നടത്തുന്നു. ഈ വിവിധ സ്കൂളുകളിൽ നിരവധി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിരവധി ക്ലാസ്സുകൾ ഇപ്പം ഈ സമയത്തൊക്കെ മുഴുവൻ ദിവസങ്ങളും ക്ലാസ് ആയിരുന്നു, രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ക്ലാസ് ആയിരുന്നു.
അപ്പോൾ ആ രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം 5-5. അപ്പോൾ നിങ്ങളുടെ അവിടെ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിൽ എന്താ ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന് ഇപ്പോഴും അവരുടെ ചോദിച്ചു. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും അഞ്ജനയുടേത്. അഞ്ജന ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വളരെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പം സാർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡൗട്ടാണ്. കാരണം നമുക്ക് കുട്ടികളുള്ള ഒരു സെഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കൗൺസിലിംഗ് പ്രോഗ്രാം, ഞാൻ കടക്കല് രാഷ്ട്രമന്ദിരത്തില് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലാണെങ്കിൽ നമുക്ക് എന്ത് സംസാരിക്കണം, അവരുടെ അവരുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കൂട്ടം അധ്യാപകരെ മുന്നിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് സ്കിൽ ട്രെയിനിങ് തരാനാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ സ്കിൽ ട്രെയിനിങ് തരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ കൊണ്ടാണ്. അത് എത്രമാത്രം നിങ്ങൾക്ക് അങ്ങോട്ട് സെറ്റ് ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും നമുക്ക് ശ്രമിക്കാം അല്ലേ? ഓക്കെ, നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പൊ എന്റെ ടെൻഷനൊക്കെ പോയി. എപ്പോഴേ സാറ് ആക്റ്റീവായിട്ട് പറഞ്ഞു ബാക്കിൽ നിന്ന് റെഡിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അധ്യാപകരാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലേ നല്ല യഥാർത്ഥ ജീവനുള്ള അധ്യാപകരെ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവനില്ലാത്ത പുസ്തകങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എൻ്റെ വാക്കല്ല ഇത്, നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറിന്റെ വാക്കാണ്. എന്താ ഒന്നുകൂടെ പറയുമോ? കേട്ടതൊന്ന് പറയുമോ? നല്ല യഥാർത്ഥ ജീവനുള്ള അധ്യാപകര് നമ്മുടെ അരികിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവനില്ലാത്ത പുസ്തകങ്ങളുടെ ആവശ്യമില്ല. എന്തായിരിക്കും അതിന്റെ അർത്ഥം? അധ്യാപകർ അരികിലുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, നല്ല അധ്യാപകര്, അതായത് യഥാർത്ഥ അധ്യാപകർ അല്ലെ, ഈ അതായത് ഈ ഒരു ഫീൽഡിന്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അറിയാവുന്ന നല്ല അധ്യാപകര്. 2 ജീവനുള്ള അധ്യാപകർ, അതായത് നമ്മൾ പുസ്തകങ്ങളിലൂടെ മാത്രം കുട്ടികളിലേക്ക് അറിവ് പകരുന്നവരല്ല, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികാവസ്ഥ എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അധ്യാപകര്. മൂന്നാമത്തേനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറ്. അരികിലുണ്ടെങ്കിൽ അല്ലെ, പലയിടത്തും ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട് പോകുന്നുണ്ട്, പക്ഷെ ഈ പറയുന്ന കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ, നല്ല അധ്യാപകർ, ജീവനുള്ള അധ്യാപകർ, യഥാർത്ഥ അധ്യാപകര് അടുത്തുണ്ടെങ്കിൽ നമുക്ക് പുസ്തകങ്ങളൊന്നും ആവശ്യമുണ്ടോ? ഇല്ല. ഉണ്ടോ അങ്ങനെ ഓർക്കാനായിട്ട് അധ്യാപകര്? നോക്കുണ്ടോ? ഹോപ്പ് പദ്ധതിയിലൂടെ ഇപ്പോ വിജയിച്ച് പുതിയൊരു കോഴ്സിന് വന്നൊരു കുട്ടിയാ ഉണ്ടോ അങ്ങനെ ഒരു അധ്യാപകൻ? ഇപ്പൊ പഠിച്ചോട്ടെ, നമുക്ക് ഹോപ്പിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ച അധ്യാപകരിൽ ആരെങ്കിലും അങ്ങനെ മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ള ആളുണ്ടോ? കൃഷ്ണ പ്രേംസ് ഉണ്ട് അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ അങ്ങനെയുള്ള അധ്യാപകര്? ശരി, അങ്ങനെ ആവണം നമ്മളല്ലേ? അല്ലെ, എനിക്ക് കുറെ ടെൻഷനായിരുന്നു ആദ്യം. കാരണം 2 വിഭാഗം, ഒരു വിഭാഗവും ഇച്ചിരി മുതിർന്ന അധ്യാപകരുള്ള ഒരു വിഭാഗം. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, എന്റെ എല്ലാ പണിയും പാളി സാറേ, ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നവരാണ് മൊത്തം. എല്ലാം നമുക്ക് ഒരു ഗ്യാങ് ആക്കാൻ പറ്റുന്ന ആളുകളാണ് അല്ലേ? സാറിനങ്ങ് ചിരി വന്നിട്ട് സഹിക്കാൻ വയ്യ. സാർ, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് 100 പേരുണ്ടെങ്കിൽ നമ്മൾ അവരെ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ ചിരിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങളെ പോലെ തന്നെ കളിയാക്കി കൊല്ലും. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് തരാൻ പറഞ്ഞിരുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ലൈഫ് സ്കിൽസിന്റെ ആണ്. നമുക്ക് വേണ്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് നമുക്കില്ലാത്ത സ്കിൽസ് അറ്റൈൻ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം എനിക്കറിയാം നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും സ്കിൽസ് ഒക്കെ അറ്റൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ പറയുന്ന ഈ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവരെല്ലാരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മള് ഈ മസിൽ പിടിച്ചിരിക്കുന്നതിനൊക്കെ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗെയിം. റെഡിയാണോ നിങ്ങൾ? റെഡിയാണ്. സൈമൺ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നേ. ഈ സൈമണ് ഒരു പ്രത്യേകതയുണ്ട്. സൈമൺ പറയുന്നത് മാത്രം കേൾക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ സൈമണിന് ഇഷ്ടമുള്ളൂ. എന്താ? സൈമൺ എന്ന് പറയുന്ന ഒരാള്, അയാൾ പറയുന്നത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യാത്തവരെ ഇഷ്ടമല്ല. അപ്പൊ നമ്മുടെ ഗെയിം ഇതാണ്. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പ്രശ്നമുണ്ടോ? ബാക്കിലിരിക്കുന്ന ചേട്ടനും കൂടെ അവൻ ആലോചിക്കും, ഞാൻ വന്ന് പെട്ടുപോയതാ കൂട്ടുകാരുടെ കൂടെ എന്നാണോ? നോട്ട് പാഡും സംഭവമൊക്കെ താത്ത് വെച്ചോ. അപ്പോ സൈമൺ പറയും നിങ്ങളോട് ക്ലാപ്പ് ചെയ്യാൻ, അപ്പോഴേ നിങ്ങൾ ക്ലാപ്പ് ചെയ്യാവൂ. സൈമൺ സേസ് ക്ലാപ്പ് എന്ന് പറയുമ്പോ നമ്മള് പിള്ളേരായിട്ട് കുറെ വരയ്ക്കുന്നതല്ലേ, നമ്മക്കൂടെ ചെയ്യാല്ലേ. അപ്പൊ സൈമൺ സേസ് എന്ന് പറയുമ്പോൾ മാത്രമേ ചെയ്യുക. ഒന്ന് റൗണ്ട് ആവണോ? വേണ്ട, കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ശരി, സൈമൺ സേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യും, ക്ലാപ്പ് ചെയ്യും. പക്ഷെ നോർമലായിട്ട് ഞാൻ ക്ലാപ്പ് ചെയ്യാൻ പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവർ ഔട്ട് ആവും. അങ്ങനെ ആദ്യം ഔട്ട് ആവുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അടുത്ത പരിപാടി ചെയ്യിക്കും. ഓക്കെ, സൈമൺ സേസ് സേ ഹായ്.
ജംപ്. രാഷ്ട്രഭവനിൽ നിന്ന് വന്ന 3 പേര് ഇരുന്നോ? സാറ് രാഷ്ട്രപതിയിൽ നിന്നല്ല, പക്ഷെ സാറ് ചാടി, ഞാൻ കണ്ടായിരുന്നു. ചാടിയില്ല, ചാടിയില്ല, പോട്ടെ. ഓക്കെ, ക്ലാപ്പ്. സൈമൺ സേസ് സ്മൈൽ. സിറ്റ് ഡൗൺ. കട്ടക്ക് നിൽക്കുക കേട്ടോ. ഓക്കെ, ജംപ്. ഇല്ല, തോറ്റു തരത്തില്ല. സൈമൺ സേസ് ജംപ്. ചാടാൻ വയ്യ. അവർ രണ്ടുപേരും നമുക്ക് ഔട്ടാക്കിയേക്കാം അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഇരുന്നു. ശരി, ന്യൂ ജനറേഷനൊക്കെ പോവാണ്. സൈമൺ സേസ് ക്രൈ. ചിരിച്ചോണ്ട് കരയുന്ന ആളെ കണ്ടോ നിങ്ങള്? സാറ് ഫുൾ ഹാപ്പി മൂഡിലാണ്. രാവിലെ വന്നപ്പോ മുതൽ ചിരിയാണ്, അതുകൊണ്ട് കരയാനൊന്നും വയ്യ. ഓക്കെ, സൈമൺ സേസ് സിറ്റ് ഡൗൺ. പോട്ടെ, അവര് ജയിച്ചു കേട്ടോ. ഒരു ക്ലാപ്പ് കൊടുക്കുക അവർക്ക്. അവർ ഇത്രയും പേരും ജയിച്ചു. ഒരാൾ ജയിച്ചാല് കൊടുക്കാൻ സമ്മാനം കൊണ്ടാ വന്നേ. ഇനിയിപ്പോ അത് എന്താ ഒടിച്ചൊടിച്ചൊന്നും തരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ ഇത്രയും പേരെ ഞാൻ വിജയിയായിട്ട് പ്രഖ്യാപിക്കുക കേട്ടോ.